ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ സ്നേഹ വന്ദനങ്ങൾ. ഇസ്രായേലും ഹമാസ് തീവ്രവാദികളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായപ്പോൾ മലയാളി സോഷ്യൽ മീഡിയയിൽ ചില ടീമുകൾ കിടന്ന് കറങ്ങുന്നുണ്ട്. റേച്ചൽ കോറിയെ അറിയാമോ, ഞങ്ങളുടെ റേച്ചൽ കോറിയെ അറിയാമോ എന്ന് പാട്ടുപാടിക്കൊണ്ടാണ് ഈ കോമഡി പീസുകൾ കറങ്ങി നടക്കുന്നത്. ഇസ്രായേലിൽ ചെന്ന് അവിടുത്തെ സൈനിക നടപടികൾക്കിടയിൽ പട്ടാള വണ്ടിക്ക് മുന്നിൽ കയറി നിന്ന് മരണം വരിച്ച അമേരിക്കക്കാരിയാണ് ഈ റേച്ചൽ കോറി എന്ന് പറയുന്ന യുവതി. ഇസ്രായേലിൻ്റെ കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരതകളെന്നും പറഞ്ഞാണ് ഇവരിപ്പോൾ റേച്ചൽ കോറിയെ പൊക്കിക്കൊണ്ടുവരുന്നത്. ഇങ്ങനെ പൊക്കിക്കൊണ്ടുവരുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് വിറ്റോറിയോ അറിഗോണിയെ അറിയാമോ? അറിയുന്നത് പോട്ടെ, വിറ്റോറിയോ അറിഗോണി എന്ന പേര് നിങ്ങൾ എന്നെങ്കിലും എവിടെയെങ്കിലും വെച്ച് കേട്ടിട്ടെങ്കിലും ഉണ്ടോ? കേട്ടിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് വിറ്റോറിയോ അറിഗോണിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഇറ്റാലിയൻ റിപ്പോർട്ടറും എഴുത്തുകാരനും ആക്ടിവിസ്റ്റും ബ്ലോഗറും പത്രപ്രവർത്തനവും ഒക്കെ ആയിരുന്നു വിറ്റോറിയോ അറിഗോണി. 1975 ഫെബ്രുവരി 4 മോൺസയ്ക്കടുത്തുള്ള ബ്രയാൻസയിലെ ബെസാന പട്ടണത്തിലാണ് അറിഗോണി ജനിച്ചത്. ഇറ്റലിയിലെ മുസോളിനി ഭരണകൂടത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ മുത്തച്ഛനൊക്കെ പോരാടിയതിനാൽ സ്വാതന്ത്ര്യത്തിനായി പോരാടുന്നത് തൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണെന്ന് അറിഗോണി എപ്പോഴും പറയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വലതു കൈയിൽ ചെറുത്തുനിൽപ്പ് എന്നർത്ഥം വരുന്ന അറബി വാക്ക് അദ്ദേഹം പച്ചകുത്തിയിരുന്നു. വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇറ്റലിയിൽ നിന്ന് പുറത്തുപോയി കിഴക്കൻ യൂറോപ്പ്, തെക്കേ അമേരിക്ക, പിന്നെ ആഫ്രിക്കയിലൊക്കെ ഒരു സന്നദ്ധ പ്രവർത്തകനായി ജോലി ചെയ്യാൻ തുടങ്ങി. 2002 അദ്ദേഹം ജെറുസലേമിലേക്ക് വരികയാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ എജിഡിയ ബെരോറ്റോ അറിഗോണി അതിനെക്കുറിച്ച് പറഞ്ഞത് തൻ്റെ ജോലി അവിടെ കേന്ദ്രീകരിക്കപ്പെടുമെന്ന് അവൻ മനസ്സിലാക്കി എന്നാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ ബാൾസിയാഗോ പട്ടണത്തിലെ മേയറൊക്കെ ആയിരുന്നു. ജെറുസലേമിൽ നിന്ന് ഈ വിറ്റോറിയോ അറിഗോണി ഗാസയിലേക്ക് പിന്നെ പോവുകയാണ്. അതെങ്ങനെയാണ് അവിടെ എത്തിപ്പെടുന്നതെന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ സോളിഡാരിറ്റി മൂവ്മെൻറ്റ് ISM എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. അത് ഈ പലസ്തീൻ അനുകൂല സംഘടനയാണ്, പലസ്തീനിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ അതിൽ അദ്ദേഹം പ്രവർത്തിക്കാൻ തുടങ്ങി ജെറുസലേമിൽ ചെന്ന് കഴിഞ്ഞതിന് ശേഷം. എന്നിട്ട് ഹമാസ് ഗാസയിൽ അധികാരം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ 2007 ജൂൺ മുതൽ ഇസ്രായേൽ ഗാസയ്ക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഈ ഉപരോധം തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഫ്രീ ഗാസ മൂവ്മെൻറ്റിൽ അദ്ദേഹം പങ്കെടുത്തു. ഗാസ തുറമുഖത്ത് എത്തിയ ആദ്യത്തെ ബോട്ടിലായിരുന്നു വിറ്റോറിയോ അറിഗോണി ഉണ്ടായിരുന്നത്. ആ നിമിഷത്തെക്കുറിച്ച് പിന്നീട് അദ്ദേഹം പറഞ്ഞത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരവും വൈകാരികവുമായ ഒരു ദിനം എന്നാണ്. 2008 സെപ്റ്റംബറിൽ ഗാസയുടെ തീരത്ത് ഇസ്രായേൽ സൈന്യത്തിനെതിരെയുള്ള പലസ്തീൻ തീവ്രവാദികളെന്ന് തന്നെ കൃത്യമായിട്ട് പറയണം. അത് പറയുമ്പോൾ പലർക്കും വിഷമവും പ്രശ്നമൊക്കെ ഉണ്ട്. അവിടെ തീവ്രവാദികളായിട്ടല്ല, മത്സ്യത്തൊഴിലാളികൾ എന്നുള്ള നിലയിലൊക്കെയാണ് ഇവർ പ്രകടനമൊക്കെ നടത്തിയത്. പക്ഷെ നമുക്കറിയാം അത് തീവ്രവാദികൾ തന്നെ ഇളക്കി വിട്ടിട്ടുള്ള പ്രകടനമാണത്. അപ്പോൾ ഈ പ്രകടനത്തിൽ മനുഷ്യ കവചമായി ഇദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. ഈ വിറ്റോറിയോ അറിഗോണി മനുഷ്യ കവചമായി. ഇത് ഈ വിദേശത്തു നിന്നും വരുന്ന ആക്ടിവിസ്റ്റുകളെ ഹമാസ് പ്രധാനമായും ഉപയോഗിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിനാണ്. ഇസ്രായേൽ സൈന്യത്തിനെതിരെ ഹമാസിൻ്റെ ആളുകൾ തെരുവിലോ കടലിലോ പ്രതിഷേധിക്കാൻ പോകുമ്പോൾ അമേരിക്കയിൽ നിന്നോ യൂറോപ്പിൽ നിന്നോ വന്നിട്ടുള്ള പലസ്തീൻ ആക്ടിവിസ്റ്റുകളെ പിടിച്ച് മനുഷ്യ കവചമായി ഇവർ മുമ്പിൽ നിർത്തും. എന്നിട്ട് ഇവർ പുറകെ നിന്ന് ഇസ്രായേൽ സൈന്യത്തിനെതിരെ കല്ലെറിയുകയും മറ്റുമൊക്കെ ചെയ്യും. ഇസ്രായേൽ സൈന്യം തിരിച്ചെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഈ ആക്ടിവിസ്റ്റുകൾക്ക് പരിക്ക് പറ്റിയാൽ പിന്നെ അതോടെ ഇസ്രായേലിനെ അന്താരാഷ്ട്ര തലത്തിൽ അടിക്കാനുള്ളൊരു വടിയാണ് ഹമാസിന് കിട്ടുന്നത്. ഇതറിയാവുന്നതുകൊണ്ട് ഇസ്രായേൽ സൈന്യം പരമാവധി ക്ഷമ കാണിക്കും. എന്നിട്ട് നിവൃത്തിയില്ലാത്തൊരവസ്ഥ വരുമ്പോഴാണ് ഇസ്രായേൽ സൈന്യം തിരിച്ചടിക്കുന്നത്. ഇങ്ങനെ വിദേശികളായ ആക്ടിവിസ്റ്റുകളെ മനുഷ്യകവചമായി ഉപയോഗിക്കുന്നത് പലസ്തീൻ തീവ്രവാദികളുടെ സ്ഥിരം പരിപാടിയാണ്. ഈ റേച്ചൽ കോറിയൊക്കെ ഇസ്രായേൽ സൈന്യത്തിൻ്റെ ബുൾഡോസർ കയറി കൊല്ലപ്പെടുന്നത് അങ്ങനെയാണ്. തൻ്റെ വെബ്സൈറ്റായ ഗറില്ല റേഡിയോയിലും ഫേസ്ബുക്ക് പേജിലും അറിഗോണി ഇസ്രായേൽ സർക്കാരിനെ ലോകത്തിലെ ഏറ്റവും മോശമായ വർണ്ണവിവേചന ഭരണകൂടം എന്നൊക്കെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ആ വിശേഷണമൊക്കെ ഭയങ്കര കോമഡിയാണ്. ഇസ്രായേലിനകത്ത് എല്ലാവർക്കും സ്വാതന്ത്ര്യവും സമത്വവും ഉള്ളപ്പോഴാണ് ഈ ഡയലോഗ് അദ്ദേഹം അടിച്ചത്. ആ സമയത്ത്
ഗാസയിലുള്ള ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്ന പീഡനം നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അത്രയും കഷ്ടപ്പാടും ദുരിതവും ഒക്കെ അവിടെയുള്ള ക്രൈസ്തവർ, ഗാസയിലുണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ ഈ ഹമാസിൽ നിന്ന് അനുഭവിക്കുന്നുണ്ട്. അതൊന്നും കാണാതെയാണ് ഇദ്ദേഹം ഇസ്രായേലിനെതിരെ ഭയങ്കര വർണ്ണവിവേചനവും മറ്റുമൊക്കെയാണെന്നൊക്കെ പറഞ്ഞത്. ഇസ്രായേലിനകത്ത് ഒരു വർണ്ണവിവേചനവും ഇല്ല. അവിടെയുള്ള ദ്രൂസുകൾക്കായാലും ശരി, ബദൂവിയൻസിനായാലും ക്രിസ്ത്യാനികൾക്കായാലും ഷിയ മുസ്ലിങ്ങൾക്കായാലും അഹമ്മദിയ മുസ്ലിങ്ങൾക്കായാലും സുന്നി മുസ്ലിങ്ങൾക്കായാലും മറ്റ് യഹൂദന്മാരോട് ഒപ്പം തന്നെയുള്ള ആ ഈക്വാലിറ്റി ഉണ്ട്. നിയമത്തിൻ്റെ മുമ്പിലായാലും അവസരങ്ങളുടെ മുമ്പിലായാലും എന്തിലായാലും ശരി ആ ഈക്വാലിറ്റി അവിടെ ഇപ്പോഴും അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളൊരു രാഷ്ട്രമാണ് ഇസ്രായേൽ. ഏതായാലും ഇദ്ദേഹം അവിടെ ഗാസയിലെ ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്ന പീഡനമൊന്നും കണ്ടില്ല, പകരം ഇസ്രായേലിനെയാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയത്. അപ്പം അദ്ദേഹം അങ്ങനെ ശക്തമായി ഇസ്രായേലിനെ എതിർക്കുകയും പലസ്തീനികളെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തിരുന്ന ആളാണ്. പിന്നെ ഹമാസിനെയും അദ്ദേഹം എതിർത്തിരുന്നു. ഹമാസിന് അധികാരം കിട്ടിക്കഴിഞ്ഞതിന് ശേഷമുള്ളതിൽ അദ്ദേഹം പീസ് റിപ്പോർട്ടർക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത്, വ്യക്തിപരമായി മനുഷ്യാവകാശങ്ങൾക്കായുള്ളൊരു പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ഹമാസിനെ ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് അവരോടും ചിലത് പറയാനുണ്ട്. അവർ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതു മുതൽ ഗാസയിലെ മനുഷ്യാവകാശങ്ങൾ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അത്രേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്ത് വലിയ വിമർശനമൊന്നും അദ്ദേഹം ഹമാസിനെതിരെ നടത്തിയിട്ടില്ല. എന്നാൽ ഇസ്രായേലിനെതിരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു. 2008 ഡിസംബർ മുതൽ 2009 ജനുവരി വരെ നീണ്ടു നിന്ന ഇസ്രായേൽ ഹമാസ് സംഘർഷ സമയത്ത് ഗാസയിലെ ചുരുക്കം ചില വിദേശ പത്രപ്രവർത്തകരിൽ ഒരാളായിരുന്നു ഈ അറിവോണി. റേഡിയോ പോപ്പുലറിനൊപ്പം അദ്ദേഹം പ്രവർത്തിച്ചു. അതോടൊപ്പം ഇറ്റാലിയൻ പത്രമായ മാനിഫെസ്റ്റോയുടെ റിപ്പോർട്ടറുമായിരുന്നു. ആ സമയത്ത് ഗാസയിലെ പലസ്തീനികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം എഴുതിയ റിപ്പോർട്ടുകൾ റെസ്റ്റിയാമോ ഉമാനി എന്ന പേരിൽ ഇറ്റാലിയൻ ഭാഷയിൽ പ്രസിദ്ധീകരിച്ചു. പിന്നീട് ഇത് ഇംഗ്ലീഷ്, സ്പാനിഷ്, ജർമ്മൻ, ഫ്രഞ്ച് ഭാഷകളിലേക്ക് വിവർത്തനമൊക്കെ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് ഗാസ സ്റ്റേ ഹ്യൂമൻ എന്നാണ്. ഭീകരവാദ ഗ്രൂപ്പായ ഹമാസ് അധികാരത്തിലെത്തിയപ്പോൾ ഈജിപ്ത് തങ്ങളുടെ ഗാസ അതിർത്തി അടച്ചിരുന്നു. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഗാസയിലെ ഇസ്ലാമിക തീവ്രവാദികൾക്ക് ആയുധങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നത് പ്രധാനമായും ഈജിപ്ത് വഴിയായിരുന്നു. ഹമാസിന് അധികാരം കിട്ടിയ സ്ഥിതിക്ക് അവർ ഇസ്രായേലിനെതിരെ എന്ത് ഭീകരപ്രവർത്തനമാണ് ചെയ്യാൻ പോവുക എന്നുള്ള കാര്യത്തിൽ അറബ് ലോകത്തിന് തന്നെ ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. അവരങ്ങനെ ഇസ്രായേലിനെതിരെ വല്ല കടുങ്കയും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ആയുധം കൊടുത്തത് ഈജിപ്താണെന്ന് പറഞ്ഞ് ഇസ്രായേൽ ഈജിപ്തിനെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന ചിന്തയിലാണ് ഈ ഈജിപ്ത് ഗാസ അതിർത്തി അടച്ചത്. അപ്പോൾ ഹമാസ് അതിനെ നേരിട്ടത് തുരങ്കം കുഴിച്ചുകൊണ്ടാണ്. ഗാസയിൽ നിന്നും ഈജിപ്തിലേക്ക് ഭൂമിക്കടിയിലൂടെ അവർ തുരങ്കങ്ങളുണ്ടാക്കി. എന്നിട്ട് ഈ തുരങ്കങ്ങൾ വഴി ആയുധമടക്കമുള്ള സാധനങ്ങൾ, ആയുധം മാത്രമല്ല ഭക്ഷണവും മറ്റു പല കാര്യങ്ങളും മരുന്നൊക്കെ അവർ ഇതുവഴിയാണ് കള്ളക്കടത്ത് നടത്തിക്കൊണ്ടിരുന്നത് ഈജിപ്തിൽ നിന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഒരു തുരങ്കത്തിൽ വെച്ച് 4 പലസ്തീനികൾ മരിച്ചപ്പോൾ വിക്ടോറിയ അറിഗോണി അവരെ വിശേഷിപ്പിച്ചത് രക്തസാക്ഷികൾ എന്നാണ്. കള്ളക്കടത്ത് നടത്താൻ പോയിട്ട് മരിച്ചവരെ രക്തസാക്ഷികൾ എന്നാണ് അദ്ദേഹം വിളിച്ചത്. കാരണം മരിച്ചത് പലസ്തീനികളാണ്, അതുകൊണ്ട് രക്തസാക്ഷികൾ എന്ന് വിളിച്ചു. അപ്പം അത്രയധികം തീവ്രമായി പലസ്തീനികൾക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ വിക്ടോറിയോ അറിഗോണി. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഈ വിക്ടോറിയോ അറിഗോണിയെ 2011 ഏപ്രിൽ മാസം 14-ാം തീയതി തട്ടിക്കൊണ്ടുപോവുകയാണ്. ഒരുപക്ഷെ ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയത് ഇസ്രായേലോ അല്ലെങ്കിൽ ഇസ്രായേലിലുള്ള വല്ല തീവ്ര യഹൂദ സംഘടനകളൊക്കെയാണെന്ന്. കാരണം പലസ്തീനു വേണ്ടി ഇസ്രായേലിനെ അന്താരാഷ്ട്ര തലത്തിൽ നിരന്തരം അപമാനിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. അതുകൊണ്ട് അവരായിരിക്കും തട്ടിക്കൊണ്ടുപോകാൻ നമ്മൾ വിചാരിക്കും. പക്ഷേ വിക്ടോറിയോ അറിഗോണിയെ തട്ടിക്കൊണ്ടുപോയത് ഇസ്രായേലോ യഹൂദന്മാരോ അല്ല, മുസ്ലിങ്ങളായിരുന്നു. പലസ്തീൻ മുസ്ലിങ്ങൾ തന്നെ. ആർക്കു വേണ്ടിയാണോ വിക്ടോറിയോ അറിഗോണി തൻ്റെ നാടും വീടും വിട്ട് ഗാസയിൽ വന്ന് കഷ്ടപ്പെട്ടത്, ആർക്കു വേണ്ടിയാണോ വിക്ടോറിയോ അറിഗോണി ഇസ്രായേൽ സൈന്യത്തിൻ്റെ മുമ്പിൽ ജീവൻ പണയം വെച്ചുകൊണ്ട് മനുഷ്യ കവചമായി നിന്നത്, അതേ പലസ്തീൻ മുസ്ലിങ്ങളാണ് വിക്ടോറിയോ അറിഗോണിയെ തട്ടിക്കൊണ്ടുപോയത്. അവർ വിക്ടോറിയോ അറിഗോണിയുടെ ഒരു വീഡിയോ, തട്ടിക്കൊണ്ടുപോയതിന് ശേഷമുള്ളൊരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തു. അറിഗോണിയുടെ കണ്ണൊക്കെ മൂടിക്കെട്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അത്. അദ്ദേഹത്തെ നല്ലതുപോലെ മർദ്ദിച്ചിരുന്നു എന്ന് നമുക്ക് ആ വീഡിയോയിൽ നിന്ന് മനസ്സിലാകും. കാരണം വലത് കണ്ണിൻ്റെ ഭാഗത്ത് രക്തമൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ തട്ടിക്കൊണ്ടുപോയ പലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പിൻ്റെ ലീഡർ, അതായത് അവിടെ ഇഷ്ടംപോലെ പലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പുകളുണ്ട്. നമ്മൾ വിചാരിക്കും PLOയും ഹമാസും മാത്രമേ ഉള്ളൂ എന്ന്. അല്ലല്ല, ഇഷ്ടംപോലെ തീവ്രവാദ ഗ്രൂപ്പുകളുണ്ട്. പക്ഷേ മറ്റ് അറബ് രാജ്യങ്ങളുടെ ഫണ്ടിംഗ് ഒന്നും വലിയ തോതിൽ കിട്ടാത്തത് കൊണ്ട് മറ്റ് ഗ്രൂപ്പുകളൊന്നും അത്ര വലുതായിട്ട് തലപൊക്കുന്നില്ലെന്നേ ഉള്ളൂ. PLOയ്ക്കും ഹമാസിനും ആയിരക്കണക്കിന് ഡോളർ ഫണ്ടിങ് കിട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അവർ അങ്ങ് കയറി വന്നേ ഉള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയ പലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പിൻ്റെ ലീഡർ വാലിദ് അൽ മഖ്ദാസി ഗാസയിലെ ഒരു ജയിലിൽ കിടക്കുകയാണ്. 1 മാസത്തോളമായിട്ട് പുള്ളി ജയിലിലാണ്. അപ്പോൾ അദ്ദേഹത്തെ ആ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയാണ് ഇവരെന്ത് ചെയ്തത്,
വിക്ടോറിയ അരിഗോണിയെ തട്ടിക്കൊണ്ടുപോയത്. 30 മണിക്കൂറിനുള്ളിൽ വാലിദ് അൽ മഖ്ദാസിയെ മോചിപ്പിക്കണം, അല്ലെങ്കിൽ വിക്ടോറിയ അരിഗോണിയെ കൊന്നുകളയും എന്നാണ് ഇവർ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞത്, ആ വീഡിയോയിൽ പറഞ്ഞത്. അതോടൊപ്പം ഒരു കാര്യം കൂടി അവർ പറഞ്ഞു. അതെന്താണെന്ന് വെച്ചാൽ, വിക്ടോറിയ അരിഗോണിയുടെ സ്വന്തം നാടായ ഇറ്റലി അത് കാഫിറുകളുടെ നാടാണ്, അവിശ്വാസികളുടെ നാടാണ് എന്നാണ് അവർ പറഞ്ഞത്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. അവരെ സംബന്ധിച്ച് പലസ്തീനിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ വരെ തയ്യാറായി വന്ന, അത് കേവലം ഒരു പറച്ചിലുള്ള ഇതല്ല, ജീവൻ കൊടുക്കാൻ വരെ തയ്യാറാണെന്ന് കേവലം ഒരു പറച്ചിലല്ല, അദ്ദേഹം അത് പ്രവൃത്തിയിലും കാണിച്ചിട്ടുണ്ട്. ഇസ്രായേൽ സൈന്യത്തിനെതിരെ ഗാസയിലെ ആ പ്രവർത്തകരുണ്ടല്ലോ, മത്സ്യത്തൊഴിലാളികളായി വേഷമിട്ട് വന്ന ആ പ്രവർത്തകർ, അവർക്ക് വേണ്ടി ഇദ്ദേഹം മനുഷ്യ കവചമായി നിന്നിട്ടുള്ള ആളാണ്. അന്ന് പ്രതിഷേധക്കാരെ പിന്തിരിപ്പിക്കാൻ ഇസ്രായേൽ നാവികസേന ഒരു ജലപീരങ്കി ഉപയോഗിച്ചപ്പോൾ ആ ജലപീരങ്കിയുടെ ശക്തിയിൽ ഒരു ചില്ല് പറന്നു വന്ന് ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് കൊണ്ട് പരിക്കേറ്റതാണ്. കഴുത്തിലെങ്ങാനുമാണ് ആ ചില്ല് കൊണ്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം മരിച്ചു പോകുമായിരുന്നു. ഇത് 2008 സെപ്റ്റംബറിലാണ്. അത് കഴിഞ്ഞ് അടുത്ത മാസം, അതായത് നവംബറിൽ അദ്ദേഹത്തെ മനുഷ്യകവചമായി പ്രവർത്തിച്ചതിന് ഇസ്രായേൽ അധികൃതർ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് ഇട്ടിട്ടൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ പലസ്തീൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായി വന്ന, അവർക്ക് വേണ്ടി മനുഷ്യ കവചമായ, അവർക്ക് വേണ്ടി അറസ്റ്റ് വരിക്കാൻ തയ്യാറായ, അവർക്ക് വേണ്ടി ജയിലിൽ കിടക്കാനും നിയമ നടപടികൾ നേരിടാനും തയ്യാറായ വിക്ടോറിയോ അരിഗോണിയെ പലസ്തീൻ മുസ്ലിങ്ങൾ കണ്ടത് വെറും കാഫിറായിട്ട് മാത്രമാണ്. വെറും കാഫിർ. ഇത് എല്ലാ മുസ്ലിങ്ങളും, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഖുർആനിൽ സൂറ 5:51 സത്യവിശ്വാസികളെ, യഹൂദരെയും ക്രൈസ്തവരെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്, അവരാകട്ടെ അന്യോന്യം ഉറ്റമിത്രങ്ങളാണ് താനും. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവരെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കുന്ന പക്ഷം അവനും അവരിൽപ്പെട്ടവൻ തന്നെയാണ്. അക്രമികളായ ആളുകളെ അള്ളാഹു നേർവഴിയിലാക്കുകയില്ല, തീർച്ച എന്ന ആയത്ത് ഉള്ളിടത്തോളം കാലം ഖുർആന് ഹദീസുകളും അർത്ഥമറിഞ്ഞ് പഠിക്കുകയും പഠിച്ചത് അങ്ങനെ തന്നെ അനുസരിക്കുകയും ചെയ്യുന്ന മുസ്ലിങ്ങൾ ഉള്ളിടത്തോളം കാലം നിങ്ങൾ അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും അവരെ സംബന്ധിച്ച് നിങ്ങൾ വെറും കാഫിർ മാത്രമാണ്, വെറുക്കപ്പെടേണ്ട ഒരു വ്യക്തി, അത്രമാത്രം. അതിനപ്പുറം നിങ്ങൾ അവർക്ക് ഒന്നുമല്ല. നിങ്ങളുമായുള്ള സൗഹൃദത്തിൽ അവർക്കൊരു വലിയ മനസംഘർഷം ഉണ്ടാകും ആരംഭത്തിൽ. അള്ളാഹ് പറഞ്ഞത് കേൾക്കണോ, അതായത് ഖുർആൻ സൂറ 5:51 പറഞ്ഞത് കേൾക്കണോ, അതോ മനസാക്ഷിയുടെ സ്വരം കേൾക്കണോ എന്നുള്ളൊരു സംഘർഷം. ദീൻ വിശ്വസിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു മുസ്ലിം അള്ളാഹു പറഞ്ഞതനുസരിക്കാൻ താല്പര്യപ്പെടും. പിന്നീട് അവൻ നിങ്ങളോട് എത്ര ചിരിച്ചു കളിച്ചാലും അതൊക്കെ വെറും അഭിനയം മാത്രമായിരിക്കും. പിന്നെ അള്ളാഹിൻ്റെ വാക്കിന് വില കൊടുക്കാതെ വെറും നാമധാരി മുസ്ലിമായി ജീവിക്കുന്നവർക്ക് ഇത് ബാധകമല്ല. അവർ സൗഹൃദത്തിന് വില കൊടുക്കും, അള്ളാഹിനോട് പോയി പണി നോക്കാൻ പറയും. അങ്ങനെയുള്ളവർ ഈ സൂറ 5:51 അവർക്ക് വിഷയമൊന്നുമല്ല. അപ്പം പലസ്തീനും ഹമാസിനും ജയ് വിളിക്കാൻ നടക്കുന്ന എല്ലാ ക്രിസ്ത്യാനികളും ഇത് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ എത്രയൊക്കെ അവർക്ക് വേണ്ടി ജയ് വിളിച്ചാലും അവരെ സംബന്ധിച്ച് നിങ്ങളൊരു കാഫിർ മാത്രമാണ്, അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങി വരാം. 30 മണിക്കൂർ സമയപരിധിയാണ് അരിഗോണിയെ തട്ടിക്കൊണ്ടുപോയവർ നൽകിയതെങ്കിലും സമയപരിധി അവസാനിക്കുന്നതിന് മുമ്പ് വടക്കൻ ഗാസയിലെ മാരെ ആമേർ പ്രദേശത്തെ ഒരു ഒഴിഞ്ഞ അപ്പാർട്ട്മെൻറ്റിൽ വെച്ച് അരിഗോണിയെ ഈ തീവ്രവാദികൾ കൊന്നുകളഞ്ഞു, പലസ്തീൻ മുസ്ലിങ്ങൾ കൊന്നുകളഞ്ഞു. പിന്നീട് ഹമാസ് സുരക്ഷാ സേന കെട്ടിടത്തിലേക്ക് അതിക്രമിച്ചു കയറി അരിഗോണിയുടെ മൃതദേഹം കണ്ടെത്തി. പോസ്റ്റ്മോർട്ടത്തിൽ അരിഗോണിയെ പ്ലാസ്റ്റിക് ചരട് ഉപയോഗിച്ച് കഴുത്തു മുറുക്കി കൊന്നതായിട്ടാണ് മനസ്സിലാക്കിയത്. മാധ്യമപ്രവർത്തകരാരെയും മൃതദേഹം കാണാൻ അനുവദിച്ചില്ല. മരണകാരണത്തെക്കുറിച്ച് സ്വതന്ത്രമായൊരു അന്വേഷണം നടത്തി അത് സ്ഥിരീകരിക്കുകയൊന്നും ചെയ്തില്ല. പിന്നീട് അരിഗോണിയുടെ കൊലപാതകത്തിന് ഉത്തരവാദികളെന്നും പറഞ്ഞ് 2 പേരെ ഹമാസ് വെടിവെച്ച് കൊന്നു, 4 പേരെ പിടിച്ച് ജയിലിൽ വിട്ടു. ഇതാണ് സംഭവിച്ചത്. അല്ലാതെ അതിനെക്കുറിച്ചൊരു സ്വതന്ത്ര അന്വേഷണമൊന്നും നടക്കുകയുണ്ടായില്ല. പിറ്റേന്ന് രാവിലെ അരിഗോണിയുടെ മൃതദേഹം വെച്ചിരുന്ന ആശുപത്രിക്ക് പുറത്ത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ തടിച്ചുകൂടി. പലരും കരയുകയും കെട്ടിപ്പിടിച്ച് കരയുകയും അന്യോന്യം ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതായി BBC റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ ലോകത്തിൻ്റെ അപ്പുറത്ത് നിന്നും തൻ്റെ രാജ്യത്തെയും കുടുംബത്തെയും മാത്രമല്ല തൻ്റെ ജീവിതം വരെ ഉപേക്ഷിച്ചുകൊണ്ട് ഉപരോധം തകർക്കാൻ വേണ്ടി ഇവിടേക്ക് വന്നു. എന്നിട്ട് നമ്മൾ അവനെ കൊന്നു. എന്തിനു വേണ്ടി എന്നാണ് ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ചോദിച്ചതായി BBC റിപ്പോർട്ട് ചെയ്തത്. ഇസ്ലാം എന്താണ്? ഖുർആനും ഹദീസുകളും അർത്ഥമറിഞ്ഞ് പഠിച്ച് അതനുസരിക്കാൻ മനസ്സ് വയ്ക്കുന്ന ഓരോ മുസ്ലിമും ഉള്ളിൻ്റെ ഉള്ളിൽ എത്രമാത്രം അപകടകാരിയാണ് എന്നതിനെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാത്തത് കൊണ്ടാണ് ഈ ചോദ്യം അയാൾ ചോദിച്ചത്. ഇസ്ലാം എന്താണെന്ന് കൃത്യമായി പഠിച്ച ഒരാളും ഈ ചോദ്യം ചോദിക്കില്ല. മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്നിടത്ത് ഒരു അമുസ്ലിമിനെ, അതും ക്രിസ്ത്യാനിയായ ഒരു അമുസ്ലിമിനെ മുസ്ലിങ്ങൾ കൊന്നുകളഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ഇസ്ലാമിനെ ശരിയായി പഠിച്ച ഒരാളും ചോദിക്കാൻ നിൽക്കില്ല.
കിതാബ് അനുസരിക്കാൻ തയ്യാറുള്ളവർ ഉണ്ടെങ്കിൽ ഇതൊക്കെ സർവ്വസാധാരണമായ ഒരു കാര്യമല്ലേ എന്ന് ഇതിനെക്കുറിച്ച് ഇസ്ലാമിനെക്കുറിച്ച് ശരിയായി പഠിച്ചിട്ടുള്ള ഒരുത്തം പറയുകയുള്ളൂ. മനസ്സിലായോ? അത്രേ പറയുള്ളൂ. അവനറിയാം കിതാബ് അതാ പറയുന്നത്, കിതാബ് അങ്ങനെ തന്നെയാണ് പറയുന്നത്, തട്ടിക്കളയാൻ തന്നെയാണ് പറയുന്നത്. അതനുസരിക്കാൻ നമ്മുടെ ഇന്ത്യയിലോ കേരളത്തിലോ ഒന്നും അനുസരിക്കുന്നില്ല എന്ന് വെച്ചിട്ട് അവരുടെ പ്രമാണത്തിൽ അങ്ങനെ ഇല്ലാതെ നിങ്ങൾ വിചാരിക്കേണ്ട. പ്രമാണത്തിലുള്ളത് അങ്ങനെയാണ്. അവർക്ക് ഭൂരിപക്ഷമുള്ളിടത്ത് ആ പ്രമാണം അവർ നടപ്പാക്കും. പിന്നെ ലോകത്ത് മുസ്ലിങ്ങൾ എന്ത് അതിക്രമം കാണിച്ചാലും ജൂതന്മാർ അല്ലാണ്ട് നമ്മുടെ ഇസ്ലാമൊന്നല്ല. ഇസ്ലാം ഇങ്ങനെയല്ല, നമ്മുടെ ഇസ്ലാം ഇങ്ങനെയൊന്നും ചെയ്യില്ല, ഇതൊക്കെ ജൂതന്മാരുടെ പണിയാന്ന് പറയുന്ന ടീമുകളുണ്ടല്ലോ, ഇസ്രായേലിൻ്റെ തലയെ കൊണ്ടിടുന്ന പരിപാടി. ആ സ്ഥിരം പരിപാടി അവർ ഈ കേസിൽ എടുത്തിട്ടുണ്ട്. അതായത് വിക്ടോറിയ അറിവോണിയെ കൊന്നത് ഇസ്രായേലാണെന്നും പറഞ്ഞിട്ട് ഹമാസിന് വ്യക്തമായിട്ട് വിവരം കിട്ടി, അറിവ് കിട്ടിയതാണ്. അൽ ഖ്വയ്ദയുമായി ബന്ധമുള്ള ഒരു പലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പാണ് വിക്ടോറിയ അറിവോണിയെ കൊന്നത് എന്നുള്ള കാര്യം ഹമാസ് നേതൃത്വത്തിന് വ്യക്തമായിട്ടും അറിയാമായിരുന്നു. അവർക്കത് മനസ്സിലായതാണ്. എന്നിട്ടും അവർ പറഞ്ഞത് അന്താരാഷ്ട്ര സന്നദ്ധ പ്രവർത്തകരെ ഗാസയിലേക്ക് വരുന്നതിൽ നിന്ന് ഭയപ്പെടുത്തി തടയാൻ വേണ്ടിയാണ് ഇസ്രായേൽ വിക്ടോറിയോ അറിവോണിയെ കൊന്നതെന്നാണ്. പിന്നെ ലോകത്തെവിടെയായാലും മുസ്ലിങ്ങൾക്ക് ആരോപണം ഉന്നയിക്കുക എന്നല്ലാതെ അതിന് തെളിവ് കൊടുക്കുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഈ ആരോപണത്തിന് അവർ തെളിവുകളൊന്നും നൽകിയില്ല, ചുമ്മാ പറയുകയാണ് അത് ഇസ്രായേലാണ് ചെയ്തതെന്ന്. എന്നാൽ പാശ്ചാത്യ പത്രപ്രവർത്തകരൊക്കെ ഇതിനെക്കുറിച്ച് അന്വേഷണമൊക്കെ നടത്തിയിരുന്നു. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിൻ്റെ ആളുകൾ വന്ന് അന്വേഷണം നടത്തിയിരുന്നു. അപ്പോൾ അടിസ്ഥാനമില്ലാത്ത ഒരു ആരോപണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് യൂറോപ്പിലുള്ളവർ ഇതിനെ ഒരു കോൺസ്പിറസി തിയറി ആയിട്ട് കണ്ട് അതിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ റേച്ചൽ കോറിയ അറിയാമോ, ഞങ്ങളുടെ റേച്ചൽ കോറിയ അറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്ന എല്ലാ പലസ്തീൻ മുഖികളോടും ചോദിക്കട്ടെ, പലസ്തീനികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇറ്റലിയിൽ നിന്നും ഗാസയിലേക്ക് വന്ന വിക്ടോറിയോ അറിവോണിയെ അതേ പലസ്തീൻ മുസ്ലിങ്ങൾ കാഫിർ എന്നും പറഞ്ഞ് കൊന്നുകളഞ്ഞതിന് എന്ത് ന്യായീകരണമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്ത് ന്യായീകരണമാണുള്ളത്? റേച്ചൽ കോറി കൊല്ലപ്പെട്ടത് ഇസ്രായേൽ സൈനിക നടപടിക്കിടയിലായിരുന്നു. സ്വന്തം രാജ്യത്തായാലും മറ്റൊരു രാജ്യത്തായാലും സൈനിക നടപടികൾ എടുക്കുമ്പോൾ അതിൻ്റെ നടുവിൽ പോയി നിൽക്കാൻ പാടുള്ളതല്ല. നിന്നാൽ ചിലപ്പോൾ കൊല്ലപ്പെടുമെന്ന് സുബോധമുള്ള ഏതൊരാൾക്കും അറിയാവുന്ന കാര്യമാണ്. സൈന്യത്തിൻ്റെ വാഹനം വരുന്നു, മിലിറ്ററി വാഹനം, അത് ചിലപ്പോൾ ബുൾഡോസർ ആകാം, അല്ലെങ്കിൽ ടാങ്ക് ആകാം, എന്തും ആകാം. സൈന്യത്തിൻ്റെ വാഹനം വരുമ്പോൾ അതിൻ്റെ മുമ്പിൽ കയറി നിന്ന് കഴിഞ്ഞാൽ ആ പെണ്ണിനാണെന്നുണ്ടെങ്കിൽ ഞാൻ അമേരിക്കൻ പൗരയാണെന്നുള്ള ഒരു ഹുങ്കും കൂടി ഉണ്ടായിരുന്നു. അമേരിക്കൻ പൗരയൊന്നും ഒരാളും തൊടുകയില്ല എന്നുള്ളൊരു ബോധം, ആ ഒരു ഇതുണ്ടല്ലോ, അവരുടെ ഒരു അഹന്ത, ആ ഒരു ബോധം കൂടെ അവർക്കുണ്ടായിരുന്നു. ഞാൻ അമേരിക്കക്കാരിയാണ്, US പൗരയാണെന്നുള്ളത്. അങ്ങനെയൊക്കെ ആയിട്ടാണ് വന്ന് കയറി നിന്നത്. പക്ഷെ കാര്യമൊന്നും ഉണ്ടായില്ല. ബുൾഡോസർ അവരെ മേലെ കൂടി അങ്ങ് കയറിപ്പോയി. ഈ ബുൾഡോസറിൻ്റെ ഡ്രൈവർ പിന്നെ കോടതി പറഞ്ഞത് ഇവർ പെട്ടെന്ന് ബുൾഡോസറിൻ്റെ മുമ്പിലേക്ക് വളരെ അടുത്ത് അവർ കയറി നിന്നതുകൊണ്ട് ഞാൻ അവരെ കണ്ടില്ല എന്നാണ്. ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ട് കണ്ടില്ല, ഇവർ പെട്ടെന്ന് കയറി വരികയാണ് ചെയ്തതെന്നാണ് പറഞ്ഞത്. അയാൾ പറഞ്ഞത് ചിലപ്പോൾ സത്യമാകാം, അല്ലെങ്കിൽ നുണയുമാകാം. കാരണം അയാൾ ചിലപ്പോൾ മനഃപൂർവ്വം കൊന്നതാകാം. ഇസ്രായേൽ സൈന്യത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരാൾ വന്ന് നിന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ പേരിൽ അതൊക്കെ അവിടെ സൈനിക നടപടി നിർത്തിവെച്ചാൽ പിന്നെ ഇതൊരു സ്ഥിരം പരിപാടിയാകും. ഇഷ്ടംപോലെ ആളുകൾ ഈ ഗാസയിലേക്ക് സന്നദ്ധ പ്രവർത്തകരെന്നും പറഞ്ഞു വരുന്നുണ്ട്. തിന്ന് എല്ലിൻ്റെ ഇടയിൽ കുത്തിയിട്ട് അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഒക്കെ കുറേ എണ്ണം വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സൈനിക നടപടിയുടെ ഇടയിൽ ഇങ്ങനെ കയറി വന്ന് നിന്നിട്ട് അതിൻ്റെ പേരിൽ ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് സ്ഥിരം പരിപാടിയാവും എന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ അയാൾ മനഃപൂർവ്വം ഒന്നായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ അയാൾ പറഞ്ഞതുപോലെ അയാൾ കാണാതെ അബദ്ധത്തിൽ സംഭവിച്ചതുമാകാം, നമുക്കറിയില്ല എന്നാണ് യഥാർത്ഥത്തിലുള്ളതെന്ന്. പക്ഷെ അയാൾക്ക് പറയാൻ ന്യായമായൊരു കാരണമുണ്ട്. അയാൾ ആ കാരണം പറഞ്ഞു കോടതിയിൽ. അവർ ബുൾഡോസറിൻ്റെ തൊട്ട് മുമ്പിൽ കയറി നിന്നു, അതുകൊണ്ട് ഞാൻ കണ്ടില്ല. ഇതാണ് ഇയാൾ പറഞ്ഞ ന്യായം. ഈ ന്യായം കോടതിക്ക് അംഗീകരിക്കേണ്ടിയും വന്നു. സാധാരണഗതിയിൽ അമേരിക്ക തങ്ങളുടെ ഒരു സിറ്റിസനെ കൊന്ന ആൾക്ക്, വിദേശത്ത് എവിടെയെങ്കിലും വെച്ചിട്ടാണ് കൊല്ലുന്നതെങ്കിൽ ആ കൊന്ന ആൾക്ക് ശിക്ഷ വാങ്ങിപ്പിച്ചു കൊടുക്കാതെ അവർ വിടുകയില്ല. അതിൻ്റെ ആ കേസിനെ അവർ ശരിക്കും ഫോളോ ചെയ്യും, അതിൻ്റെ പുറകെ നടക്കും. ആ കൊന്ന ആൾക്ക് ശിക്ഷ വാങ്ങിപ്പിച്ചു കൊടുത്തേ വിടുകയുള്ളൂ. അതായത് ഞങ്ങളുടെ ഒരു പൗരനെ നിങ്ങൾ തൊടുന്ന ആളുടെ ഗതി ഇതാണ് എന്ന് അവിടെയുള്ള എല്ലാവരെയും അവർ അറിയിച്ചു കൊടുത്തിട്ടേ അവർ വിടുകയുള്ളൂ. കാരണം അത് അവരുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് അത്. പക്ഷേ ഈ കേസിൽ അമേരിക്കയും അത്ര ഒരു ഉത്സാഹമൊന്നും കാണിച്ചില്ല. കാരണം തങ്ങളുടെ സിറ്റിസൺ ചെയ്തത് തെറ്റാണെന്നുള്ള ബോധം അമേരിക്കയ്ക്കും ഉണ്ടായിരുന്നു. ഒരു വിദേശ രാജ്യം അവരുടെ ശത്രു രാജ്യത്തിനെതിരെ സൈനിക നടപടി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സൈനിക വാഹനത്തിൻ്റെ മുമ്പിൽ ചെന്ന് കയറിയത് അമേരിക്കയ്ക്ക് തന്നെ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമായിട്ടാണ് അമേരിക്ക കണ്ടത്. അതിപ്പോൾ നമ്മളായാലും അങ്ങനെയേ പറയുള്ളൂ. വേറെ ഏതെങ്കിലും ഒരു രാജ്യം അതിൻ്റെ ശത്രുരാജ്യവുമായുള്ള ഒരു ഏറ്റുമുട്ടലിൻ്റെ സമയത്ത്
അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സൈനിക നടപടിയുടെ ആ സമയത്ത് നമ്മുടെ ഇന്ത്യക്കാരനോ അല്ലെങ്കിൽ ഇന്ത്യക്കാരിയോ ആയ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ഏതെങ്കിലും ഒരു സൈനിക വാഹനത്തിന് മുമ്പിൽ കയറി നിൽക്കുകയും ആ വാഹനം കയറി മരണപ്പെടുകയും ചെയ്താൽ നമ്മൾ എന്താ പറയുക, കണക്കായി പോയി, വേണ്ടാത്ത പണിക്ക് പോയിട്ടല്ലേ എന്ന് പറയും. സ്വാഭാവികമാണ്, അങ്ങനെ പറയുള്ളൂ. ഇപ്പം ഇങ്ങനെയൊന്നും അല്ലാതെ, അതായത് സൈനിക നടപടിക്കിടയിലൊന്നുമല്ലാതെ തൻ്റെ കുടുംബം പോറ്റാൻ വേണ്ടി ഇസ്രായേലിൽ ജോലിക്ക് പോയ ഒരു പാവം മലയാളി സ്ത്രീ ഹമാസ് തീവ്രവാദികളുടെ മിസൈൽ ആക്രമണത്തിൽ മരണമടഞ്ഞപ്പോൾ ഇവിടെയുള്ള മുസ്ലിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എന്താണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നതെന്ന് നമ്മൾ കണ്ടതാണ്. യാതൊന്നും അറിയാതെ തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടൊരു വ്യക്തിയെക്കുറിച്ച് മനസാക്ഷി അല്പമെങ്കിലും ഉള്ളവർ ഒരിക്കലും പറയാത്ത കാര്യങ്ങളാണ് മലയാളി മുസ്ലിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇസ്രായേലിൽ പോയി ജോലി ചെയ്തു എന്നുള്ളത് അവരെ സംബന്ധിച്ച് മഹാ അപരാധമാണ്. അതായത് ജീവൻ പോയാലും കുഴപ്പമില്ല, കൊല്ലപ്പെടേണ്ട കുറ്റമാണ്. ഇസ്രായേലിൽ പോയി ജോലി ചെയ്യുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് അത് കൊല്ലപ്പെടേണ്ട കുറ്റമാണ്. അങ്ങനെയുള്ളവരൊക്കെ മരിച്ചു പോയാൽ ഒരു പ്രശ്നവും ഇല്ല, അങ്ങ് മരിച്ചോട്ടെ എന്നാണ് അവർ പറയുന്നത്, കൊല്ലപ്പെട്ടോട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ അതേ ന്യായം വെച്ച് നോക്കിയാൽ റേച്ചൽ കോറിയുടെ മരണത്തിൽ ഇസ്രായേൽ സൈന്യത്തിനെ എന്ത് കുറ്റം പറയാനാണ്? റേച്ചൽ കോറി കുടുംബം പോറ്റാൻ വേണ്ടി ഇസ്രായേലിൽ ജോലിക്ക് പോയതൊന്നുമല്ല. ഞങ്ങളുടെ നാട്ടിൽ പറയും തിന്ന് വറ്റ് എല്ലിൻ്റെ ഇടയിൽ കുത്താൻ തുടങ്ങിയതിൻ്റെ പ്രശ്നമാണെന്ന്. അത് തന്നെ കാര്യം. തിന്ന് എല്ലിൻ്റെ ഇടയിൽ കയറിയത് കൊണ്ട് അങ്ങോട്ട് പോയതാണ്. എന്നിട്ട് ഷോ കാണിക്കാൻ വേണ്ടി സൈനിക വാഹനത്തിൻ്റെ മുമ്പിൽ കയറി നിന്നു, ആള് വടിയായി. അമേരിക്കയ്ക്കും അത് മനസ്സിലായി, അവരും ആ കേസ് വിട്ടു. അതിൻ്റെ പുറകെ അമേരിക്കയും പിന്നെ അധികം നടന്നില്ല. പക്ഷെ വിക്ടോറിയ അറിഗോണിയുടെ കേസിൽ എന്ത് ന്യായമാണ് മുസ്ലിങ്ങൾക്ക് പറയാനുള്ളത്? വിക്ടോറിയോ അറിഗോണി സൈനിക നടപടിക്കിടയിലല്ല കൊല്ലപ്പെട്ടത്, അല്ലെങ്കിൽ അദ്ദേഹം ശക്തിയുക്തം എതിർത്തുകൊണ്ടിരുന്ന ഇസ്രായേലല്ല അദ്ദേഹത്തെ കൊന്നത്. പിന്നെ ആരാണ്? സ്വന്തം നാടും വീടും വിട്ട്, കുടുംബക്കാരെയും നാട്ടുകാരെയും കൂട്ടുകാരെയും വിട്ട് ആരെ സേവിക്കാൻ വേണ്ടിയാണോ അദ്ദേഹം വന്നത്, ആ ആൾക്കാരാണ് വിക്ടോറിയ അറിഗോണി ഒരു കാഫിറാണെന്നും പറഞ്ഞ് തട്ടിക്കൊണ്ടുപോയി കഴുത്തിൽ കയറിട്ട് മുറുക്കി നിർദ്ദയം കൊന്നുകളഞ്ഞത്. ഇതിനെന്ത് ന്യായമാണ് മുസ്ലിങ്ങളെ നിങ്ങൾക്ക് പറയാനുള്ളത്? എന്ത് ന്യായമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾ റേച്ചൽ കോറിയെയും പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ. വിക്ടോറിയോ അറിഗോണിയെക്കുറിച്ച് നിങ്ങളെന്താണ് ഒന്നും പറയാത്തത്? നിങ്ങളുടെ നാവ് ഇറങ്ങിപ്പോയോ? അദ്ദേഹത്തെ പറ്റി പറയാം. ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, ഈ റേച്ചൽ കോറി അന്ന് അവിടെ കൊല്ലപ്പെട്ടത് അവരുടെ ഒരു ഭാഗ്യം എന്ന് വേണം പറയാൻ. കാരണം കൊല്ലപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇതേ പലസ്തീൻ മുസ്ലിങ്ങൾ തന്നെ എപ്പോഴെങ്കിലും അവരെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കൊന്നുകളഞ്ഞാനെ. പലസ്തീൻ മുസ്ലിങ്ങളുടെ സ്വഭാവം വെച്ച് നോക്കിയാൽ 100% ഉറപ്പുള്ളൊരു കാര്യമാണത്. അവരത് ഉറപ്പായിട്ട് ചെയ്യുമായിരുന്നു. പലസ്തീനുകൾക്ക് വേണ്ടി ഇത്രയധികം കഷ്ടപ്പെട്ട വിക്ടോറിയോ അറിഗോണിയെ കാഫിറിൻ്റെ നാട്ടിൽ നിന്ന് വന്നവനെന്നും പറഞ്ഞ് വളരെ സിമ്പിളായിട്ടാണ് പലസ്തീനുകൾ തട്ടിക്കൊണ്ടുപോയി കഴുത്ത് ഞെരിച്ച് കൊന്നുകളഞ്ഞതെങ്കിൽ ഒരു സ്ത്രീയെ, അതും ആഗോള മുസ്ലിങ്ങളെല്ലാം ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുന്ന അമേരിക്കയിൽ നിന്നുള്ളൊരു സ്ത്രീയെ ഇവർ വെറുതെ വിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായും ഈ പലസ്തീൻ മുസ്ലിങ്ങളിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ്, ഏതെങ്കിലും ഒരു വിഭാഗം അവരെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കൊന്നുകളയുമായിരുന്നു, ഉറപ്പാണ്. റേച്ചൽ കോറി അങ്ങനെ കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ, അതായത് ഇവരുടെ സഹജ സ്വഭാവം അനുസരിച്ച് ഏതെങ്കിലും പലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പ് അവരെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കൊന്നിരുന്നെങ്കിൽ നമ്മൾ അവരുടെ പേര് എവിടെയെങ്കിലും കേൾക്കുമോ? എപ്പോഴെങ്കിലും ആരെങ്കിലും നമ്മൾ കേൾക്കോ? ഇല്ല. വിക്ടോറിയ അറിഗോണി എന്ന പേര് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എനിക്കറിയാം, എന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതിൽ ഒരു 99% പേരും ഈ പേര് വിക്ടോറിയോ അറിഗോണി എന്നുള്ള ഈ പേര് ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നതെന്ന് എനിക്കറിയാം. ട്രൂത്ത് ഫൈറ്റേഴ്സിൽ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവർ ഇത് കേട്ടിട്ടുണ്ടായിരിക്കും. കാരണം ഞങ്ങൾ ഇതിനു മുമ്പ് ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഫേസ്ബുക്കിൽ ഞങ്ങൾ ഇവരുടെ പോസ്റ്റുകൾക്ക് മറുപടിയായിട്ട് കമൻറ്റിലൊക്കെ ഇട്ടിട്ടുള്ളതാണത്. അപ്പോൾ അവർ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ അതല്ലാത്ത ആളുകൾ കേട്ടിട്ടുണ്ടാവില്ല, എനിക്കറിയാം. ഏതെങ്കിലും ഒരു മുസ്ലിം ഈ വിക്ടോറിയ അറിഗോണി എന്നുള്ള പേര് പറയുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ കേട്ടിട്ടില്ല. പക്ഷേ റേച്ചൽ കോറി എന്നുള്ള പേര് ഇടയ്ക്കിടയ്ക്ക് കേൾക്കും. വിക്ടോറിയോ അറിഗോണിയെ പോലെ പലസ്തീനികളുടെ കയ്യാൽ തന്നെയായിരുന്നു റേച്ചൽ കോറിയും കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ ആ പേര് നമ്മൾ ഒരിക്കലും കേൾക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റേച്ചൽ കോറി അന്ന് ബുൾഡോസർ കയറി കൊല്ലപ്പെട്ടത് അവരുടെ ഒരു ഭാഗ്യമെന്ന് വേണം പറയാൻ എന്ന്. ഇപ്പോൾ സീസൺ ആയി കഴിഞ്ഞപ്പോൾ റേച്ചൽ കോറിയെ പൊക്കിക്കൊണ്ടുവരുന്ന എല്ലാ പലസ്തീൻ നോക്കികളോടും പറയട്ടെ,
നിങ്ങളൊക്കെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് ഗതി എന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ആളുകളുടെ കയ്യിലിരിപ്പ് അത്ര ഗുണം പിടിച്ചതാണ്. മനസ്സിലായോ? നിങ്ങൾ ഇങ്ങനെയൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോൾ അപ്പുറത്ത് നിങ്ങളുടെ ആൾക്കാർ ചെയ്ത് ഇതിനേക്കാളും വലിയ വൃത്തികേടുകളുണ്ട്. നിങ്ങൾ അത് കാണാതെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് വരുന്നത്. ആദ്യം സ്വന്തം കണ്ണിലെ കോല് നിങ്ങൾ എടുത്തു മാറ്റി, എന്നിട്ട് നിങ്ങൾക്ക് ഇസ്രായേലിൻ്റെ കണ്ണിലെ കരടെടുക്കാൻ പോവാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇസ്രായേലിൻ്റെ കണ്ണിലെ കരടെന്നായിരിക്കില്ല, നിങ്ങളുടെ കണ്ണിൽ കോലിരിക്കുന്നതുകൊണ്ട് ആ കോലിൻ്റെ നിഴലടിച്ചിട്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ് ഇസ്രായേലിൻ്റെ കണ്ണിൽ കരടുണ്ടെന്ന്. അതായിരിക്കുള്ളൂ, അല്ലാണ്ട് അവരുടെ കണ്ണിൽ കരടൊന്നുമില്ല. നിങ്ങളങ്ങനെ ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ജീവിക്കുക. മറ്റ് മുസ്ലിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ വന്നാൽ ഇതുപോലെ നിങ്ങൾ നാണം കെടും. ഇപ്പോൾ പലസ്തീൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി റേച്ചൽ കോറിയെ പൊക്കിയെടുത്തുകൊണ്ട് വന്നുകൊണ്ടല്ലേ ഞാനിതൊക്കെ പറഞ്ഞത്. ഞങ്ങൾക്ക് അല്ലാണ്ട് തന്നെ പറയാൻ ഇഷ്ടംപോലെ സംഗതികൾ കെടുക്കുകയാണ്. വേറെ പല വീഡിയോസും ഞങ്ങൾക്ക് ചെയ്യാനുള്ളതുണ്ട്. അത് ചെയ്യാനുള്ളതിനിടയിലാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്നാൽ ശരി ഇതിന് മറുപടി കൊടുക്കാമെന്ന് വെച്ചിട്ട് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തത്. അല്ലാണ്ട് ഇതിപ്പോൾ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നൊന്നുമല്ല. നിങ്ങളിങ്ങനെ പലസ്തീനികൾക്ക് വേണ്ടി ഇവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ വന്നു കഴിഞ്ഞാൽ നാണം കെടുകയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് നാണോ മാനോ ഒന്നും ഇല്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും തയ്യാറായിട്ട് ഇങ്ങനെ വരുന്നത്. റേച്ചൽ കോറിയ ഇതിനു മുമ്പ് പൊക്കിക്കൊണ്ട് വന്നപ്പോൾ ഞങ്ങളപ്പോൾ ആ പോസ്റ്റിൻ്റെ കീഴിൽ തന്നെ പലവട്ടം മറുപടി തന്നിട്ടുള്ളതാണത്. പക്ഷെ കാര്യമില്ല, പിന്നെ സീസൺ ആകുമ്പോൾ പൊക്കിക്കൊണ്ട് വരും. ഇനി അടുത്ത കൊല്ലം റംസാൻ ആകുമ്പോൾ ഹമാസ് പോയി ഇസ്രായേലിനെ ചൊറിയും, ഇസ്രായേൽ തിരിച്ചു മാന്തും. അന്നേരം ഇവർ കൂട്ടക്കരച്ചിൽ തുടങ്ങും. അതിനിടയിൽ ഒരു കൂട്ടർ പഴയതുപോലെ തന്നെ റേച്ചൽ കോറിയെ അറിയാമോ, ഞങ്ങളുടെ റേച്ചൽ കോറിയെ അറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും വരും. എനിക്കറിയാം. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം അവർക്കുള്ള മറുപടി ഒരു വീഡിയോ ആയിട്ട് തന്നെ കൊടുക്കാമെന്ന് വെച്ചത്. കാരണം ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോ നമുക്ക് അടുത്ത കൊല്ലം വീണ്ടും പോസ്റ്റ് ചെയ്യാമല്ലോ, അപ്ലോഡ് ചെയ്യാമല്ലോ. നമ്മളെത്ര പറഞ്ഞാലും ഇവർ നിർത്താനൊന്നും പോകുന്നില്ല എന്ന് എനിക്കറിയാം. കാരണം ഇവരുടെ മതം ഉണ്ടായത് തന്നെ നുണയിലാണ്. ആ മതം ഇന്നും നിലനിൽക്കുന്നതും നുണകളുടെ മേൽ നുണകൾ കെട്ടിപ്പടുക്കിക്കൊണ്ടാണ്. നുണ പറയാൻ ഇവർക്ക് അനുവാദം കിട്ടിയിട്ടുമുണ്ട്. അതുകൊണ്ട് ഇനിയും നുണകൾ പിന്നെയും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കും. ഇസ്രായേലിൽ ജോലിക്ക് പോയത് കൊല്ലപ്പെടാൻ അർഹതയുള്ള തെറ്റാണെന്ന ഇവരുടെ വാദപ്രകാരം നോക്കിയാലും, അതല്ല സാമാന്യ ബുദ്ധിയുടെ അളവുകോൽ വെച്ച് നോക്കിയാലും, ഇസ്രായേൽ സൈനിക നടപടിയെടുക്കുന്ന സമയത്ത് സൈനിക വാഹനത്തിൻ്റെ മുമ്പിൽ കയറി നിന്നാൽ കൊല്ലപ്പെടും എന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട. ഏത് വിധത്തിലായാലും കൊല്ലപ്പെടും. ഇവരുടെ ന്യായം അനുസരിച്ച് ഇസ്രായേലിൽ ചെന്ന് കഴിഞ്ഞാൽ കൊല്ലപ്പെടണം. പുറമേയുള്ള ആൾക്കാർ ഇസ്രായേലിൽ വന്ന് അവൻ കൊല്ലപ്പെടേണ്ടതാണ്. ആ ന്യായം വെച്ചാൽ ശരി, അവർ കൊല്ലപ്പെടും. അതല്ല, നമ്മുടെയൊക്കെ സാമാന്യ ബുദ്ധി വെച്ച് ഒരു രാഷ്ട്രം മറ്റൊരു രാജ്യത്തിനെതിരെ സൈനിക നടപടി എടുക്കുമ്പോൾ ആ പട്ടാള വണ്ടിയുടെ മുമ്പിൽ കയറി നിന്ന് കഴിഞ്ഞാൽ കൊല്ലപ്പെടുമെന്നുള്ള കോമൺ സെൻസ് വെച്ച് നോക്കിയാൽ എങ്ങനെയായാലും അവർ കൊല്ലപ്പെടുമായിരുന്നു. റേച്ചൽ കോറിയുടെ രാജ്യത്തിനും അതറിയാം. ഒരു രാജ്യം സൈനിക നടപടി എടുക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ കൊണ്ട് പോയി നിൽക്കാൻ പാടില്ല, അങ്ങനെ പോയി കഴിഞ്ഞാൽ കൊല്ലപ്പെടും എന്നുള്ള കാര്യം അവർക്കും അറിയാം. അതുകൊണ്ടാണ് അമേരിക്ക ഇവർ കൊല്ലപ്പെട്ടിട്ട് അതിൽ ആക്റ്റീവായിട്ടൊന്നും ഇടപെടാതിരുന്നത്. അതേപോലെ തന്നെ പലസ്തീൻ മുസ്ലിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഏത് കാഫിർ പോയാലും പലസ്തീൻ മുസ്ലിങ്ങൾ അവനെ കൊല്ലും എന്ന് ഇസ്ലാം മതത്തെക്കുറിച്ച് പ്രമാണങ്ങളിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഏതൊരാൾക്കും അറിയാം. അതുകൊണ്ടാണ് വിക്ടോറിയ അറിവോണിയുടെ കൊലപാതക വാർത്ത കേട്ടപ്പോൾ ഞങ്ങളൊന്നും ഞെട്ടാതിരുന്നത്. ആ സമയത്തൊക്കെ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ നല്ല ആക്റ്റീവാണ്. 2011-ലൊക്കെ ഞങ്ങൾ നല്ല ആക്റ്റീവായിരിക്കുന്ന ഈ സമയത്താണ് ഈ വാർത്ത ആദ്യമായിട്ട് സംഭവം നടന്ന സമയത്ത് തന്നെ ഞങ്ങൾ കേൾക്കുന്നത്. പക്ഷെ സത്യം പറയാം, ഞങ്ങൾക്ക് ആർക്കും അത് കേട്ടിട്ട് ഒരു ഞെട്ടലും ഉണ്ടായില്ല. ഞങ്ങളെ സംബന്ധിച്ച് അത് സാധാരണ സംഗതിയാണെന്ന് ഞങ്ങൾക്ക് അറിയാം. ഖുർആനും ഹദീസുകളും അർത്ഥമറിഞ്ഞ് പഠിച്ച ഒരു മുസ്ലിമിൽ നിന്ന് ഒരു കാഫിറിന് ഇതേ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ട് ഇത് ഞങ്ങളൊരു സാധാരണ സംഭവമായിട്ട് തന്നെ കാണുകയും ഇതിനെക്കുറിച്ചൊന്നും വീഡിയോ ചെയ്തായിരുന്നൊക്കെ അതുകൊണ്ട് തന്നെയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇതുപോലെ ധാരാളം കേസുകളുണ്ട്. ഈ പലസ്തീനിൽ മാത്രമല്ല, മറ്റ് പലയിടങ്ങളിലും, ആഫ്രിക്ക അടക്കമുള്ള പലയിടങ്ങളിലും, യൂറോപ്പിൽ നിന്നും മറ്റ് പലയിടങ്ങളിൽ നിന്നൊക്കെ അവരെ സഹായിക്കാൻ വേണ്ടി സന്നദ്ധ പ്രവർത്തകരായി ചെന്ന പല ആളുകളെയും ഇവർ കൊന്നുകളഞ്ഞിട്ടുണ്ട്. 1-2 കേസൊന്നുമല്ല, ഇഷ്ടം പോലെ. അത് നമ്മളെ സംബന്ധിച്ച് അതൊരു നാച്ചുറൽ സംഭവമാണ്. ഇസ്ലാമിനകത്ത് അത് നാച്ചുറലാണ്. അവർക്കത് വലിയ അത്ഭുതമല്ല. നമുക്കും അത് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചത് കൊണ്ട് നമുക്കും അതൊരു അത്ഭുതമൊന്നുമല്ല. പിന്നെ ഇപ്പോൾ ഇവർ ഈ റേച്ചൽ കോറിയെ എടുത്തുകൊണ്ട് വന്നതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. ഇപ്പോഴത്തെ ഈ പടക്കം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞാൽ ഇവർ റേച്ചൽ കോറിയെ തിരിച്ച് പെട്ടി തന്നെ വെക്കും. പിന്നെ ഇനി അടുത്ത വർഷം റംസാൻ മാസം ആകുമ്പോൾ ഹമാസ് ഇസ്രായേലിനെ ചൊറിഞ്ഞ് അടി വാങ്ങണം. അപ്പോഴേ ഇവർ ഈ പെട്ടി തുറന്ന് റേച്ചൽ കോറിയെ വീണ്ടും പുറത്തെടുക്കുകയുള്ളൂ. മനസ്സിലായ? അത് കഴിഞ്ഞാൽ വീണ്ടും എടുത്തു. ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ആവശ്യമുള്ള ആൾക്കാരെ ആവശ്യമുള്ള സമയത്ത് ഇവർ എടുത്തുകൊണ്ട് വരും. അതേസമയം വിക്ടോറിയ അറിവോളി പോലെയൊക്കെ ഇവർക്ക് വേണ്ടി കഷ്ടപ്പെടാൻ വന്ന് ഇവരുടെ ബുദ്ധിമുട്ടിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവരോട് സോളിഡാരിറ്റി പ്രഖ്യാപിച്ചുകൊണ്ടൊക്കെ വന്ന ആൾക്കാരെ ഇവർ തന്നെ കൊല്ലും. ഒരു പ്രശ്നവും അതിൽ ഇവർക്കില്ല. അയാൾ എന്നേക്കുമായിട്ട് മറന്നു കളയും. അയാളുടെ പേര് പിന്നെ ഒരിക്കലും ഇവർ പറയുകയില്ല. ഇതൊക്കെയാണ് ഇവരുടെ പരിപാടി. അപ്പോൾ ഏതായാലും ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.
ദൈവം അനുവദിച്ചാൽ അടുത്ത വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ ഈ കൊറോണ കാലത്ത് നമ്മളെല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. അവിടുത്തെ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ. ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി.